സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ രഞ്ജിത്ത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച കഥകൾ, രഞ്ജിനി സുരേഷ് രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം രഞ്ജിത്ത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച കഥകൾ. ആദ്യ കഥ ആഗ്രഹം. വീടിനും പരിസരത്തിനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. വാതിൽ തുറന്നു കിടപ്പുണ്ട്. വീട്ടിൽ വന്നു കയറിയപ്പോഴുള്ള ആ നിശബ്ദത വല്ലാത്തൊരു വീർപ്പൂട്ടലാണ്. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുറ്റത്തു നിന്നും ശബ്ദം കേട്ടത്. ആ, നീയോ? എന്താ പെട്ടെന്നിങ്ങനെ? ആ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാൻ അവന് തോന്നിയില്ല. വീടിനെ നടുക്കിയ ആ സാഹസികതയ്ക്ക് ശേഷം ഇന്ന് 10 വർഷങ്ങൾ കഴിയുന്നു. അതിനിടെ ഒരിക്കലേ വന്നിട്ടുള്ളൂ. ഈ വീട്ടിലെ തനിക്കായി ശബ്ദിച്ച ശബ്ദം നിലച്ചപ്പോൾ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താ ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കണത്? എന്താ നീ തനിച്ചു വന്നത്? ആ ശബ്ദവും അവന് അപരിചിതമായി തോന്നി. ഒന്നുമില്ല അച്ഛാ, വെറുതെ. നീ വല്ലതും കഴിച്ചോ? ഇല്ല. അടുക്കളയിലേക്ക് ചെല്ല്. കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അടുക്കളയും നിർജ്ജീവമാണ്. അരണ്ട വെളിച്ചത്തിൽ അത് ചലനമറ്റ് കിടക്കുന്നു. ചെറിയ ആ പഴയ അലുമിനിയം കലത്തിൽ 4-5 ചെണ്ടമുറിയൻ കപ്പ. തണുത്തു മരവിച്ച് കിടക്കുന്ന അവ ആരെയും പ്രതീക്ഷിച്ചിരുന്നില്ല. മുറ്റത്തെ ചീനിയിൽ നിന്നും 2 കാന്താരിയും പൊട്ടിച്ച് ഒരു പാത്രത്തിൽ കപ്പയുമായി ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്ന് വെച്ചു. വാ, അച്ഛനും ഒന്നും കഴിച്ചു കാണില്ലല്ലോ. ഓ, എനിക്കിപ്പോൾ അങ്ങനെ സമയനിഷ്ഠയൊന്നുമില്ല. രാവിലെ ഇതുപോലെ എന്തെങ്കിലും എടുത്ത് അടുപ്പത്ത് വയ്ക്കും. പിന്നെ എപ്പോഴെങ്കിലും വന്ന് കഴിച്ചാലായി. അച്ഛൻ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. മനസ്സിൽ മറുപടി പ്രതീക്ഷിച്ചില്ലെങ്കിലും വെറുതെ ചോദിച്ചു. ചുമരിൽ ഒരു ഫോട്ടോ പോലും വേണ്ടെന്ന് വെച്ചിട്ടാ. അതില്ലാത്തതാ ഒരു ധൈര്യം. ആ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരാമായിരുന്നില്ലേ? അതൊക്കെ വലിയ പ്രയാസാച്ചാ. ചെറിയ ക്ലാസ്സിലാണെങ്കിലും അവിടുത്തെ ഓരോ റൂളുകൾ. ആഞ്ചലീനെയും കുഞ്ഞിനെയും അച്ഛൻ കണ്ടിട്ടില്ല. അവനിപ്പോൾ ഏത് ക്ലാസ്സിലാ? 3. പിന്നെ അച്ഛാ, അവൻ നന്നായി പാടുന്നുണ്ട്. അസോസിയേഷൻ്റെ ഇത്തവണ വാർഷികത്തിന് പാട്ടിന് അവനാ ഫസ്റ്റ്. അവനെ നല്ലൊരു പാട്ടുകാരനാക്കണം. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നില്ലേ? എനിക്കതിനായില്ല. അച്ഛൻ നല്ലൊരു ഗായകനായിരുന്നെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞും ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ടത്രേ. ഞാനുണ്ടായതിൽ പിന്നെയാകണം ആ ആഗ്രഹവും മാറ്റിവെച്ചത്. ഒരു കഷ്ണം കപ്പ അച്ഛൻ പാത്രത്തിൽ നിന്നെടുത്ത് മുളകിൽ മുക്കി. തഴമ്പിച്ച ആ കൈകൾ ഇപ്പോൾ മൃദുവായിരിക്കുന്നുവോ? അവനൊരു തലോടൽ ആഗ്രഹിച്ചു. ആഞ്ചലീനയ്ക്ക് അച്ഛനെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ആർക്കാ തടസ്സം? തടസ്സം ഞങ്ങളുടെ തന്നെയാണ്. പുറത്താണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവിക്കാൻ ഇവിടത്തേക്കാൾ പ്രയാസ. ചിലവ് അത്രയ്ക്കുണ്ട്. ഒരു ദിവസം മാറി നിന്നാൽ പിന്നെ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടണം. ഞങ്ങളൊരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. അത് കിട്ടിയാൽ കുറേ തലവേദന കുറയും. അവന് പറയാനുള്ളത് മുഴുവനാകും മുമ്പ് അച്ഛൻ പുറത്തേക്കിറങ്ങി. ഞാൻ ആ തെങ്ങിന് തടമെടുക്കുമായിരുന്നു. പ്രയോജനമുണ്ടായിട്ടല്ല, വെറുതെ ഇരിക്കാൻ മനസ്സ് വരണില്ല. അവൻ അച്ഛനെയും നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ പോകാനിറങ്ങിയപ്പോഴും അവൻ ആഞ്ചലീനയുടെ ആഗ്രഹം അച്ഛനോട് പറഞ്ഞില്ല. രഞ്ജിത്ത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി രഞ്ജനി സുരേഷ് രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ. ആദ്യ കവിത പെണ്ണ് അടയാളപ്പെടുത്തിയത്. ഭൂതകാലത്തിൻ്റെ സ്മാരകശിലകളിൽ അടയാളപ്പെടുത്തിയ പെൺപെരുമകൾ, വായിച്ചുമെഴുതിയും പറഞ്ഞും നമ്മൾ ഊറ്റം കൊണ്ടിരുന്ന കഥകളിലെ വീരാംഗനകൾ. മണികർണിക റാണി തൊട്ടിങ്ങു വന്നാൽ ഇറൂം ശർമിള വരെയുണ്ട് അടർക്കളത്തിലെ പെൺപേരുകൾ. ഭൂതകാലത്തിൻ്റെ സ്മാരകശിലകളിൽ അടയാളപ്പെടുത്തിയ പെൺപെരുമകൾ, വായിച്ചുമെഴുതിയും പറഞ്ഞും
നമ്മൾ ഊറ്റം കൊണ്ടിരുന്ന സമരകഥകളിലെ വീരാംഗനകൾ. ഇന്ദിര, നായിഡു, ഉണ്ണിയാർച്ച, മാധവിക്കുട്ടിയും സുനിതയും കൽപ്പനയും സമൂഹത്തിൻ്റെ ബഹുമുഖങ്ങളിൽ അടയാളപ്പെടുത്തിയ പെൺപേരുകൾ. ചെങ്കോലേന്തിയോർ, ഭരണചക്രം തിരിക്കുവോർ, അക്ഷരപ്പൂക്കളം തീർത്തവർ, ആകാശം കാൽക്കീഴിലാക്കിയോർ. ചെങ്കോലേന്തിയോർ, ഭരണചക്രം തിരിക്കുവോർ, അക്ഷരപ്പൂക്കളം തീർത്തവർ, ആകാശം കാൽക്കീഴിലാക്കിയോർ. ഈ കഥകൾ പരിചിതരായ നിങ്ങൾ നിങ്ങളോടൊപ്പം കനൽ വഴി താണ്ടിയവളെ ചേർത്തുവച്ചോ? ഈ കഥകൾ പരിചിതരായ നിങ്ങൾ നിങ്ങളോടൊപ്പം കനൽ വഴി താണ്ടിയവളെ ചേർത്തുവച്ചോ? നിങ്ങളിലെ നിങ്ങളെ അറിഞ്ഞവളെ, കൊടും വേനലിൽ തപിച്ചിട്ടും ആദ്യമെത്തുന്ന ചാറ്റൽ മഴയിൽ മഴവില്ല് തീർത്തവളെ, കൊടും വേനലിൽ തപിച്ചിട്ടും ആദ്യമെത്തുന്ന ചാറ്റൽ മഴയിൽ മഴവില്ല് തീർത്തവളെ, 10 മാസം തവം ചെയ്തു നേടിയ പുണ്യം, അസ്ഥികൾ നുറുങ്ങുന്ന വേദന സഹിച്ചും നിങ്ങൾക്കായി പുഞ്ചിരി തൂകിയോളെ. 10 മാസം തവം ചെയ്തു നേടിയ പുണ്യം, അസ്ഥികൾ നുറുങ്ങുന്ന വേദന സഹിച്ചും നിങ്ങൾക്കായി പുഞ്ചിരി തൂകിയോളെ. അവളില്ലായ്മയിൽ അറിഞ്ഞു തുടങ്ങും അവളുടെ അടയാളപ്പെടുത്തലുകൾ. അവളില്ലായ്മയിൽ അറിഞ്ഞു തുടങ്ങും അവളുടെ അടയാളപ്പെടുത്തലുകൾ. വറ്റി വരണ്ട മിഴികൾക്കപ്പുറം അവൾ കാത്തുവെച്ച സ്നേഹക്കടൽ. എഴുതാൻ വൈകിയ കവിത പോലെ അവൾ നിങ്ങളെ ചൂഴ്ന്നു നിൽക്കും. നോക്കുന്നിടത്തെല്ലാം അവൾ ഓർമ്മകൾ പൂത്തു നിൽക്കും. എഴുതാൻ വൈകിയ കവിത പോലെ അവൾ നിങ്ങളെ ചൂഴ്ന്നു നിൽക്കും. നോക്കുന്നിടത്തെല്ലാം അവൾ ഓർമ്മകൾ പൂത്തു നിൽക്കും. അലമാരിയിൽ ഇസ്തിരിയിട്ടു മടക്കിയ വസ്ത്രങ്ങളിൽ, അടുക്കളയിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ അവൾ സൂക്ഷിച്ച അച്ചാർ ഭരണികളിൽ, പലഹാരപാത്രങ്ങളിൽ നിങ്ങളോട് സമരസപ്പെട്ട് ഇഷ്ടങ്ങൾ മറന്നുപോയ ഒരുവളുടെ അടയാളപ്പെടുത്തലുകൾ. നിങ്ങളുടെ ഇഷ്ടങ്ങളോട് സമരസപ്പെട്ട് ഇഷ്ടങ്ങൾ മറന്നുപോയ ഒരുവളുടെ അടയാളപ്പെടുത്തലുകൾ. അന്നു മുതൽ സ്നേഹിച്ചു തുടങ്ങണം നിങ്ങളവളെ. അത് കണ്ട് മാനത്തൊരു നക്ഷത്രം പുഞ്ചിരിക്കുന്നുണ്ടാവും. അന്നു മുതൽ സ്നേഹിച്ചു തുടങ്ങണം നിങ്ങളവളെ. അത് കണ്ട് മാനത്തൊരു നക്ഷത്രം പുഞ്ചിരിക്കുന്നുണ്ടാവും. തുടർന്ന് ഓർമ്മക്കരിന്തിരി. മറവിതൻ മാറാലക്കെട്ടുകൾ നീക്കിയൻ ഗതകാല സ്മരണതൻ മൺചെരാതിൽ കാർത്തിക ദീപ്തികൾ ഒന്നായി കൊളുത്തിയൻ ഓർമ്മക്കരിന്തിരി ഞാൻ തെളിക്കാം. മറവിതൻ മാറാലക്കെട്ടുകൾ നീക്കിയൻ ഗതകാല സ്മരണതൻ മൺചെരാതിൽ കാർത്തിക ദീപ്തികൾ ഒന്നായി കൊളുത്തിയൻ ഓർമ്മക്കരിന്തിരി ഞാൻ തെളിക്കാം. അതിലാദ്യ നാളം പകരുവാനായെൻ്റെ അരികിൽ വരൂ പ്രിയ സഖീ നീ. നിന്നിൽ നിന്നല്ലോ എന്നോർമ്മത്തുടക്കവും അവസാനവും നിന്നിലായി ചേരട്ടെ. കുസൃതി കുറുമ്പുകൾ കാട്ടിയ ബാല്യവും കിനാവു പൂത്തു വിരിഞ്ഞ കൗമാരവും എൻ്റെ നിഴലായിരുന്നവൾ നീയല്ലയോ. കുസൃതി കുറുമ്പുകൾ കാട്ടിയ ബാല്യവും കിനാവു പൂത്തു വിരിഞ്ഞ കൗമാരവും എൻ്റെ നിഴലായിരുന്നവൾ നീയല്ലയോ. ഒരുമിച്ചു ചേരുവാൻ പ്രാർത്ഥിച്ചു നാം കൊളുത്തിയ നെയ്ത്തിരി ഏതോ കൊടും കാറ്റിലണഞ്ഞുപോയി. ഒരുമിച്ചു ചേരുവാൻ പ്രാർത്ഥിച്ചു നാം കൊളുത്തിയ നെയ്ത്തിരി ഏതോ കൊടും കാറ്റിലണഞ്ഞുപോയി. പിരിയുക നാമിനിയെന്നു നിൻ കണ്ണീർ കണങ്ങളെന്നോടു ചൊല്ലിയ ഇരഞ്ഞി മരച്ചുവട്ടിലെ സന്ധ്യയും വന്നു മുട്ടി വിളിക്കയാണോർമ്മതൻ വാതിലിൽ. പിരിയുക നാമിനിയെന്നു നിൻ കണ്ണീർ കണങ്ങളെന്നോടു ചൊല്ലിയ ഇലഞ്ഞി മരച്ചുവട്ടിലെ സന്ധ്യയും
വന്നു മുട്ടി വിളിക്കയാണോർമതൻ വാതിലിൽ. നീയൊഴിച്ചിട്ട ജീവിതപ്പാതിയിൽ കൂട്ടുചേർന്ന ലഹരിയാം കാമിനി കാർന്നു തിന്നെൻ്റെ മജ്ജയും മാംസവും. ഉൾക്കാമ്പില്ലാത്തൊരു പുറന്തോടായി ഞാൻ. നീയൊഴിച്ചിട്ട ജീവിതപ്പാതിയിൽ കൂട്ടുചേർന്ന ലഹരിയാം കാമിനി കാർന്നു തിന്നെൻ്റെ മജ്ജയും മാംസവും. ഉൾക്കാമ്പില്ലാത്തൊരു പുറന്തോടായി ഞാൻ. ഇന്നീ ജീവിത സായന്തനത്തിൽ നിന്നോടു ചൊല്ലുവാനൊന്നു മാത്രം. ഇന്നീ ജീവിത സായന്തനത്തിൽ നിന്നോടു ചൊല്ലുവാനൊന്നു മാത്രം. ഇനിയില്ല ഏറെ നാൾ ബാക്കി ഈ വിളക്കണയുവാൻ. സഖീ യാത്ര ചോദിപ്പു ഞാൻ. ഇനിയില്ല ഏറെ നാൾ ബാക്കി ഈ വിളക്കണയുവാൻ. സഖീ യാത്ര ചോദിപ്പു ഞാൻ. അവസാനമായി കവിയാണ് ഞാൻ. കവിയാണു ഞാൻ എന്നു ചൊല്ലി സ്വയം തീർത്ത ദന്തഗോപുരത്തിലിരിക്കുന്നു ഞാൻ. ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ജാലകമഞ്ചുമടച്ചിരിപ്പാണു ഞാൻ. കവിയാണു ഞാനെന്നു ചൊല്ലി സ്വയം തീർത്ത ദന്തഗോപുരത്തിലിരിക്കുന്നു ഞാൻ. ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ജാലകമഞ്ചുമടച്ചിരിപ്പാണു ഞാൻ. നാട്ടിൽ നടമാടും അക്രമം അനീതികളൊന്നുമേ കണ്ടില്ല ഞാനെന്ന ഭാവേന. അക്ഷികൾ പൂട്ടിയിരിക്കുന്നുവെങ്കിലും ചൊല്ലിടുന്നു സ്വയം. കവിയാണു ഞാൻ, മഹാകവിയാണു ഞാൻ. മഴ പെയ്തു തോർന്നതും വെയിൽ വന്നു പോയതും മലമുകളിൽ സൂര്യൻ വരുന്നതും പുഴയൊഴുകുന്നതും കടലിൻ്റെ ആഴവും പൂവിരിയുന്നതും പുഴുവൊരു പൂമ്പാറ്റയായി ചമഞ്ഞതും പൂവിരിയുന്നതും പുഴുവൊരു പൂമ്പാറ്റയായി ചമഞ്ഞതും പുൽക്കൊടിത്തുമ്പിലെ ഹിമബിന്ദുവിൽ സൂര്യൻ സിന്ദൂരവർണ്ണം നിറച്ചതും എല്ലാം എഴുതി ഞാനെൻ്റെ കാവ്യപുസ്തകം നിറച്ചിടുന്നു. സന്ധ്യതൻ സൗന്ദര്യം വർണ്ണിച്ച ഞാനെൻ്റെ ഇരുൾമറവിലെ ജീവിതം കണ്ടില്ല. സന്ധ്യതൻ സൗന്ദര്യം വർണ്ണിച്ച ഞാനെൻ്റെ ഇരുൾമറവിലെ ജീവിതം കണ്ടില്ല. ബാല്യം വിടാത്ത പെൺപൂവിനെ കശക്കി ഞെരിച്ചു കളം വിട്ട നരാധമനെതിരെ ഉയരാത്തതെന്തെൻ്റെ തൂലിക. പൊതുനിരത്തിലൊരായിരം ദ്രൗപദിമാർ പുനർജനിച്ചിട്ടും എഴുതുവാൻ മഷി പോരാതെയാകിയോ. ഏകദൈവമതെന്നു ചൊല്ലിയിടിലും പലതായി കണ്ടതിൻ പേരിൽ കലാപം കുറിച്ചു വെന്തു വെണ്ണീറാവുന്നതും പിന്നെ പലായന ദുരിതപർവം താണ്ടി ഒരു ജനതമേവുമ്പോഴും. ഏകദൈവമതെന്നു ചൊല്ലിയിടിലും പലതായി കണ്ടതിൻ പേരിൽ കലാപം കുറിച്ചു വെന്തു വെണ്ണീറാവുന്നതും പിന്നെ പലായന ദുരിതപർവം താണ്ടി ഒരു ജനതമേവുമ്പോഴും. ഒരു വാക്കുപോലും ഉരിയാടാത്ത ഞാനും ചൊല്ലുന്നു കവിയാണു ഞാൻ. അപ്രിയ സത്യം ചവച്ചു വിഴുങ്ങി നേരിൻ്റെ പടവാൾ മുനയൊടിച്ച്. അപ്രിയ സത്യം ചവച്ചു വിഴുങ്ങി നേരിൻ്റെ പടവാൾ മുനയൊടിച്ച്. പ്രകൃതിയെ വാഴ്ത്തിയും പ്രണയത്തെ വാഴ്ത്തിയും കവിയായ ഞാൻ വന്നു നിൽക്കുന്നിതാ. പട്ടും വളയുമില്ലെങ്കിൽ വേണ്ട താമ്രപത്രം ശില്പമെങ്കിലും നൽകണേ. രഞ്ജിനി സുരേഷ് രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ. ഇനി രഞ്ജിത്ത് മോഹൻ
പെരിങ്ങഴ അവതരിപ്പിച്ച ഒരു കഥ കൂടി കേൾക്കാം. കഥയുടെ പേര് രോമങ്ങൾ. നടേക്കൂടെ പതുക്കെ ഇറങ്ങ്, വഴുക്കൽ കാണും. തെന്നി തെറിച്ച് കിടക്കുന്നതാ. ആ പായലുള്ളോടത്തോടെ വെള്ളത്തിലേക്ക് ഇറങ്ങല്ലേ, ചെളിയായിരിക്കും. ഒരുപാട് നടുക്കേക്കൊന്നും പോകണ്ട. അവൻ്റെ കാലുകൾ ഒരു തളർച്ചയുടെ ആലസ്യത്തിൽ പടികളിൽ നിന്നു. എനിക്കെന്താ ഇപ്പോഴും നിക്കറിട്ട് നടക്കണ ആ പഴയ പ്രായമാണോ? ഈ നിസ്സാര കാര്യങ്ങൾ പോലും അറിയാത്ത മണ്ടനാണോ ഞാൻ? ഈ ഉപദേശമൊന്ന് നിർത്താമോ? ചോദിക്കാൻ നാവു ധരിച്ചു. പക്ഷേ പതിവ് പോലെ വാക്കുകളിൽ പറയാതെ കനപ്പിച്ചൊന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല, തോന്നിയതാണ്. ഒരു നിമിഷം മനസ്സ് കൈവിട്ടു പോയോ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ, പിന്നെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയും സ്വരുക്കൂട്ടി വച്ചിരുന്നു. ഇനി ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിൽ കിടന്ന് വെന്തുരുകും തീർച്ച. അല്ലെങ്കിലും അതിനൊക്കെ ഇനി എന്ത് പ്രസക്തി? നിക്കറിട്ട് നടക്കണ പ്രായത്തിൽ ചോദിക്കാൻ സ്വരുക്കൂട്ടിയ ചോദ്യങ്ങളൊക്കെ പക്ഷേ വളരെ പ്രസക്തമായിരുന്നു. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ആ നാവിൻ തുമ്പിൽ നിന്ന് കേൾക്കാൻ എത്ര കൗതുകത്തോടെയാണ് കാതോർത്തിരുന്നത്. ആ അത്ഭുത ലോകത്തിൽ അന്നു കേട്ട ഉത്തരങ്ങൾക്ക് എന്തൊരു ശക്തിയാണ്! എത്ര ആഴത്തിലാണ് അതൊക്കെ മനസ്സിൽ തറച്ചിരിക്കുന്നത്, നെഞ്ചിലെ രോമങ്ങൾ പോലെ. ആ നെഞ്ചിൽ കമിഴ്ന്നു കിടന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു. ബീഡിയുടെയും വിയർപ്പിൻ്റെയും ഗന്ധങ്ങൾ സംഗമിച്ച ആ മാറിടത്തിൽ കമിഴ്ന്നു കിടക്കുമ്പോൾ ആ രോമങ്ങളുടെ ശക്തി പരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് ആ പുൽമത്തിയായിരുന്നു ലോകത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ഏറ്റവും സുരക്ഷിതമായ ഇടം. അന്ന് മൂക്കിൽ തുളച്ചു കയറിയ ആ മിശ്രിത ഗന്ധത്തിൻ്റെ സുഖം പിന്നീട് വെട്ടിപ്പിടിച്ച് ഓടിക്കയറിയ വഴിച്ചാലുകളിലൊന്നും ഒരു വിദേശ നിർമ്മിത തൈലത്തിനും തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. പിന്നീട് എപ്പോഴാണ് ചോദ്യങ്ങൾ കുറഞ്ഞു തുടങ്ങിയത്? ആ അത്ഭുത ലോകം അറിയുവാനുള്ള കൗതുകം കുറഞ്ഞു വന്നത്? ആ ലോകം വളരെ ചെറുതായി തോന്നി തുടങ്ങി. ആ അത്ഭുത ലോകം ഒരു ചെറുമൺകുടത്തിൽ ഒളിപ്പിക്കാവുന്ന വിധം ചെറുതായി തോന്നി. അപ്പോഴേക്കും സ്വന്തമായി കണ്ടെത്തിയ അതിവിശാലമായ ലോകം എത്തിപ്പിടിക്കാൻ തുടങ്ങിയിരുന്നു. അവിടെ എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ ചോദിക്കാതെ തന്നെ തേടി വന്നുകൊണ്ടിരുന്നു. മൺകുടത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉപദേശശരങ്ങളായി മാറിയിരിക്കുന്നു. അത് അനുസരിപ്പിക്കലായിരുന്നു. അതനുസരിക്കേണ്ടവയല്ല, അവഗണിക്കേണ്ടവയാണെന്നാണ് അന്ന് തോന്നിയത്. പിന്നീടെപ്പോഴോ അത് എതിർക്കേണ്ടവയാണെന്ന് തോന്നിത്തുടങ്ങി. ഒന്നിനും ഉത്തരങ്ങൾ ആവശ്യമില്ല. ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. പല ഉത്തരങ്ങളും തൃപ്തിപ്പെടുത്തുന്നില്ല. അപ്പോഴൊക്കെ ആ നെഞ്ചിലെ രോമങ്ങൾക്ക് പഴയ ശക്തി ഉണ്ടായിരുന്നോ? അവ കൂടുതൽ വെണ്മയായി മാറിയിരുന്നോ? ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. സ്വരുക്കൂട്ടി വച്ചിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ ഈ ഉള്ളം കൈയിലെ മൺകുടത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ടോ? പടികൾ സൂക്ഷിച്ചിറങ്ങി. പായലും ചെളിയുമുള്ള ഭാഗത്തേക്ക് പോയില്ല, അധികം നടുക്കേക്കും പോയില്ല. മൺകുടം പിന്നിലേക്കെറിഞ്ഞ് 3 തവണ മുങ്ങി നിവർന്നു. പുഴയിൽ നിന്ന് തോർത്തു പിഴിഞ്ഞ് തോർത്തുമ്പോൾ മുഖത്തെ നനവ് മായുന്നില്ല. മൺകുടത്തിലെ ലോകം അതിവിശാലതയിലെത്തിയിരിക്കുന്നു. ആ ചോദ്യങ്ങളും. നെഞ്ചിലെ രോമങ്ങൾക്ക് കരുത്തുണ്ടോ? ശരിക്ക് തടവി നോക്കി. രഞ്ജിത്ത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച കഥകൾ, രഞ്ജിനി സുരേഷ് രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.